മൂന്നാർ വിഷയത്തിൽ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലും ചർച്ചയിലും മറുപടിയിലുമെല്ലാം നിറഞ്ഞു നിന്നത് CPIക്കെതിരായ വികാരമായിരുന്നു. മുന്നണിയുടെ പ്രകടന പത്രികയെപ്പറ്റി വാചാലരാകുന്ന CPI അതിൽ പറഞ്ഞിരിക്കുന്ന പട്ടയ വിതരണത്തിന് എന്തു ചെയ്തു, റേഷൻ വിതരണത്തിൽ ഭക്ഷ്യവകുപ്പിൻ്റെ വീഴ്ചയെക്കുറിച്ച് മിണ്ടാത്തതെന്ത് എന്നീ ചോദ്യങ്ങളാണ് ചർച്ചയിൽ CPIക്കെതിരെ ഉയർന്നത്. എന്നാൽ മറുപടി പ്രസംഗത്തിലെ കോടിയേരിയുടെ വാക്കുകൾ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയെ സംശയത്തോടെ വീക്ഷിക്കുന്നതായി. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം CPM വിരുദ്ധത സൃഷ്ടിക്കാനാണ് CPI ശ്രമിക്കുന്നത്. CPIയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനായി ആസൂത്രിതമായി നീങ്ങുന്നു. മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താൻ നീക്കമുണ്ട്. ദേശീയതലത്തിൽ കോൺഗ്രസ് സഖ്യത്തിന് ആഗ്രഹിക്കുന്ന CPI അതിനനുകൂലമായ അന്തരീക്ഷം ഇവിടെ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPIയിലെ എല്ലാ നേതാക്കളും ഇതിനെ പിന്തുണയ്ക്കാത്തതുകൊണ്ട് വിമർശിച്ച് കെണിയിൽ വീഴരുതെന്നും കോടിയേരി ഓർമ്മിപ്പിച്ചു. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരായ CPI നിലപാട് ഇരട്ടത്താപ്പാണെന്നും കോടിയേരി വിമർശിച്ചു. മുന്നണി യോഗത്തിൽ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാകുമെന്നാണ് കാനം പ്രതികരിച്ചത്. ടാറ്റയ്ക്ക് അങ്ങോട്ട് ഭൂമി കൊടുക്കേണ്ടി വരുമെന്നും കാനം പറഞ്ഞു. ചർച്ചയിലെ ഇതൊഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ വന്നെന്നും കോടിയേരി പരിഹാസ രൂപേണ പറഞ്ഞു. CPIയുടെ ചെയ്തികൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയാൻ പോകരുതെന്നും ഇടതുപക്ഷ ഐക്യം നിലനിർത്തേണ്ടത് പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്വമാണെന്നും ഓർമ്മിപ്പിച്ചാണ് കോടിയേരി മറുപടി പ്രസംഗം ഉപസംഹരിച്ചത്. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.